ഒരാളുടെ മനസ്സിൽ പോലും സങ്കടം പാടില്ല. ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ മാതാവിൻ്റെ സാന്നിധ്യത്തിലാണ്. അതുപോലെ സന്തോഷിക്കാനുള്ള കാരണവും നമ്മുടെ കയ്യിലുണ്ട്. ഉടമ്പടി എടുത്തവരാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ വിളിയാണ് ദൈവത്തിൻ്റെ എൻ്റെ സ്വന്തമാകുക, എൻ്റെ സ്വന്തം മക്കളാകുക. പിന്നെയുള്ള കാലങ്ങളിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്രിസ്ത്യാനികൾ രണ്ട് വിധമാണ്. ഒന്ന്, ഉടമ്പടി എടുത്തവർ, കഴിഞ്ഞ ഉടമ്പടി എടുത്തവരാണ്. ഇനിയൊന്നും ഇല്ലാത്തവർ, ഉടമ്പടി എടുക്കാത്തവർ, ഇനി എടുക്കാൻ ബാക്കിയുള്ളവർ. ഏകദേശം എല്ലാവരും തന്നെ ദൈവത്തിൻ്റെ വിളിയ ദൈവം എപ്പോഴൊക്കെ ഉടമ്പടിയിൽ വിളിച്ചിട്ടുണ്ടോ അത് സ്വന്തം ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം വിശ്വാസം എന്ന് പറയണത് പേടി മാറ്റി, പേടിയുണ്ടെങ്കിൽ വിശ്വാസമില്ല, വിശ്വാസം ഉണ്ടെങ്കിൽ പേടിയില്ല. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഉൾക്കണ്ട എന്ന് പറഞ്ഞാൽ അത് പേടിയുടെ ഭാഗമാണ്. അത് ഉണ്ടെങ്കിൽ എന്നിൽ വിശ്വാസത്തിൻ്റെ കുറവുണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വേണം. അത് പ്രാർത്ഥിക്കണം ഈശോടത്ത്, എൻ്റെ പേടി എടുത്ത് മാറ്റണേ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം തരണേ. അപ്പോൾ ദൈവസാന്നിധ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു കാര്യം ബോധ്യം വേണം. നമ്മൾ എവിടെയാണ് വരുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പരിപൂർണമായിട്ടുള്ള പദ്ധതിയുണ്ട്. അത് നിൻ്റെ നന്മയ്ക്കാണ്, ഒരിക്കലും നിൻ്റെ നാശത്തിനാകില്ല. നമ്മൾ എപ്പോഴും കേട്ടുള്ള വചനമാണ് ജെറമ്യാ 29:11. അപ്പോൾ ദൈവം ഒരിക്കലും നിങ്ങൾ ഉൾക്കണ്ടയിലോ കുറവിലോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കടത്തിലും പഷ്ണിപ്പാടിലും സമാധാനമില്ലാത്ത നിലയിൽ ജീവിക്കാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് പരിപൂർണമായിട്ടുള്ള പദ്ധതിയുണ്ട്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പക്ഷേ ദൈവത്തിന് ഈ പദ്ധതി പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. ദൈവം അതുകൊണ്ടാണ്, ദൈവത്തിന് അറിയാം. മത്തായി 6:8 നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ആവശ്യമുള്ളതൊക്കെ എനിക്കറിയാം. അത് ദൈവം പറഞ്ഞിട്ടുണ്ട്. ലൂക്കാ 18:1 പറയുന്നുണ്ട്, പക്ഷെ നീ തളർന്നു പോകാതെ പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട എന്തിനാ? പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുക. നമ്മളൊക്കെ ഈ തടസ്സപ്പെട്ട് നിൽക്കുന്നതിൻ്റെ കാരണം, നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ, എന്ത് ചെയ്താലും അത് മുന്നോട്ട് പോകാൻ പറ്റാതെ ഇരിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കാറില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കും, ഞാൻ പ്രാർത്ഥിക്കാനുണ്ടല്ലോ. അവിടെ ചെറിയ പ്രശ്നമുണ്ട്. നമ്മളെ പ്രാർത്ഥനയിൽ പ്രശ്നമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാനാണ്. ദൈവം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയും അതാണ്. നിൻ്റെ തിരുമനസ്, പിതാവിൻ്റെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണേ. പക്ഷേ നമ്മ പ്രാർത്ഥിക്കുന്ന എന്താണ്? നമ്മ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് എൻ്റെ തിരുമനസ് ഭൂമിയിലെ പോലെ സ്വർഗത്തിലും ആകണമെന്ന്. എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നത് നീ ചെയ്തു തരണേ എന്നാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ചെറുപ്പം തൊട്ട് നമ്മൾ എവിടെയോ കേട്ട് നമ്മൾ ഇത് പഠിച്ചു വെച്ചിരിക്കുക. ഇങ്ങനെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അങ്ങോട്ട് എഴുതി വെച്ച്, ചിലപ്പോൾ എഴുതാറ് പോലുമില്ല, മനസ്സിൽ തോന്നുന്നതൊക്കെ അപ്പം അങ്ങോട്ട് ചോദിക്കുക.
എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞ് കൊന്ത ചൊല്ലാൻ തുടങ്ങുമ്പോഴാണ് സ്വർഗസ്വനായ പിതാവിൽ നിന്ന് തുടങ്ങുമ്പോൾ ഈ കാര്യം ചോദിക്കാൻ വിട്ടുപോയെന്ന് പറഞ്ഞാൽ അവിടെ ആ പ്രാർത്ഥന നിർത്തിയിട്ട് ആ ദൈവമേ വിട്ടുപോയി അതുകൂടി വേണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും സംഭവിക്കാറുണ്ട്. പിന്നെ എന്താ ചോദിക്കുന്നതെന്ന് പോലും അറിയാതെ ചോദിക്കുന്നവരുണ്ട്. ഇതിങ്ങനെ ലിസ്റ്റാണ്. സമാധാനം ഇരിക്കട്ടെ, കുട്ടികൾ പഠിക്കട്ടെ, ഭർത്താവ് മദ്യപിക്കരുത്, എപ്പോഴും സന്തോഷമായിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ പ്രാർത്ഥിക്കേണ്ടത് ഈശോ പ്രാർത്ഥിച്ചതുപോലെ ഗത്സേമനിൽ പ്രാർത്ഥിച്ചത് ലൂക്കാ 22:42 എൻ്റെ ഇഷ്ടമില്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, നിൻ്റെ പദ്ധതി നിറവേറട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി എല്ലാം തെറ്റും. എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ഇടുന്ന പദ്ധതിയൊക്കെ ഇന്ന് ശരിയായിട്ട് തോന്നിയാലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് മനസ്സിലാവും, തെറ്റിപ്പോയി, എവിടേക്കോ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതിക്കും. ദൈവത്തിലേക്ക് നമ്മളെ തന്നെ നമ്മൾ വിട്ടുകൊടുക്കണം. അപ്പോൾ നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് വിട്ടുകൊടുക്കുമ്പോഴാണ്, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മളോടുള്ള പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുക. ഇല്ലെങ്കിൽ അത് തടസ്സപ്പെട്ട് നിൽക്കും, നമ്മൾ അനുവദിച്ച് കൊടുക്കില്ല. അപ്പോൾ ഇതിന് ദൈവത്തിൻ്റെ പദ്ധതി, നമ്മളെക്കുറിച്ചുള്ള പദ്ധതി വലിയ പദ്ധതിയാണ്, ചെറുതൊന്നുമില്ല. അത് നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ ചോദിക്കുന്നതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സാഹചര്യം അനുസരിച്ച് നമ്മളെ ആഗ്രഹവും പദ്ധതി നമ്മൾ ചെറിയ ലെവലിലേ ഇടുള്ളൂ. ദൈവം മതിയായവനാണ്. ദൈവത്തെക്കൊണ്ട് അസാധ്യം ഒന്നും തന്നെയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളെ പരിമിതി വെച്ചിട്ട് നമ്മളെ മക്കളെക്കുറിച്ചുള്ള പദ്ധതിയൊക്കെ നമ്മളെ പരിമിതിക്ക് അനുസരിച്ച് നമ്മൾ പദ്ധതി ഇടാറുള്ളൂ. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാറ് പോലുമില്ല, ഇതൊന്നും ആലോചിച്ച് പോലും നോക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പരിമിതിയുണ്ട്, അത് വെച്ചിട്ട് മാത്രമേ ഞാൻ പദ്ധതി ഇടുള്ളൂ. പക്ഷേ ദൈവത്തിന് പരിമിതിയില്ല. ദൈവത്തിന് വലിയ പദ്ധതിയാണ് നിന്നെക്കുറിച്ച്. നിനക്ക് ആലോചിച്ച് പോലും നോക്കാൻ സാധിക്കില്ല. നിൻ്റെ കുടുംബത്തെക്കുറിച്ച് അത്രയും വലിയ പദ്ധതിയാണ്, നിന്നെക്കുറിച്ച് പദ്ധതിയാണ്. പക്ഷേ നമ്മൾ അനുവദിച്ച് കൊടുക്കാറില്ല. അതിന് വലിയ വിശ്വാസം വേണം. പ്രാർത്ഥനയ്ക്ക് വലിയ വിശ്വാസം വേണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത് ഒരു 50 ലക്ഷം രൂപ, ഓർത്തോ, 50 ലക്ഷം രൂപയുടെയാണ് പ്ലാൻ പാസ്സാക്കിയിരിക്കണം ഇതിനൊക്കെ വേണ്ടിയിട്ട്. നമ്മൾ ചിലപ്പോൾ പദ്ധതി ഇടുന്നത് 5000 രൂപയ്ക്കാണ്, അല്ലെങ്കിൽ 500 രൂപയ്ക്കായിരിക്കും. 50 ലക്ഷം രൂപയുടെ നിനക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാൻ പാസ്സാക്കുമ്പോഴത്തേക്കും അതിന് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന 500 രൂപയുടെ പ്രാർത്ഥന ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അത് മതിയാകില്ല. ആ 500 രൂപയുടെ പ്രാർത്ഥന എന്ന് പറയണത് 500 രൂപയുടെ വിശ്വാസം വെച്ചിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ അത് പദ്ധതി നടപ്പിലാകില്ല. അത് സാങ്ഷൻ ചെയ്ത് വെച്ചിരിക്കുക, പക്ഷെ അത് നമ്മളെ അക്കൗണ്ടിലേക്ക് കയറില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ വിശ്വാസം വെച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവത്തിന് പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല. വിശ്വാസം ദൈവത്തിൻ്റെ പദ്ധതിയുടെ അനുസരിച്ച് ഉയരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് വേണ്ടിയത് വലിയ വിശ്വാസമാണ്. അപ്പോൾ വലിയ വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താ വിശ്വാസം? വലിയ വിശ്വാസം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് വലിയ വിശ്വാസം വേണം. അപ്പോൾ വലിയ വിശ്വാസം എന്ന് പറയണത്, വിശ്വാസം എന്താണ്? നമുക്ക് ഈശോയെ കുറിച്ചുള്ള ഒരു ധാരണയാണ് അത് വിശ്വാസം. ഈശോയെക്കുറിച്ചാണ് വിശ്വാസം. ഈശോയോടുള്ള വിശ്വാസമാണ് വിശ്വാസം. ഇതിലെന്താ ചെറുതായി പോകുന്നതെന്ന് വെച്ചാൽ
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം ചെറുത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ നിയോഗത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിൻ്റെ ഇഷ്ടത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവിടെ ദൈവത്തിന് രണ്ടാം സ്ഥാനമാണ്. നമ്മളെ മനസ്സിൻ്റെ അകത്തേക്ക് നമ്മളുടെ ആഗ്രഹങ്ങളാണ്, നമ്മളുടെ പദ്ധതിയാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ നിയോഗങ്ങളാണ്. കൊച്ചിൻ്റെ അഡ്മിഷനും അതുപോലത്തെ കാര്യങ്ങൾ, വീട് വയ്ക്കണം, ഒരു 50,000 രൂപയുടെ കടം തീരണം, ഇല്ല 5 ലക്ഷത്തിൻ്റെ കടം തീരണം. അപ്പോൾ ഈ പണത്തിനാണ്, ഈ കടത്തിനാണ് ഒന്നാം സ്ഥാനം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവിടെ ദൈവം രണ്ടാം സ്ഥാനത്തിലേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ മാറണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ ഉന്നത സ്ഥാനം, ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ അത് ആരാധനയായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പലവരും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു കിട്ടുന്നത് മാത്രമല്ല, നമുക്ക് ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാകില്ല. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ദൈവമായിട്ട് ബന്ധം ആക്കിയെടുക്കണം, സ്വന്തമാക്കണം. നമുക്കും തോന്നണം, ദൈവത്തിന് തോന്നണം, ഇവൻ എൻ്റെ മകനാണ്, മകളാണ്, ഇവളെ കൊണ്ട് എനിക്ക് എൻ്റെ ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നത്. ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തും, ഉപകരണമായിട്ട് നിങ്ങളെ പ്രയോജനപ്പെടുത്തി നിങ്ങളെ കൊണ്ട് ജോലി എടുപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് നിൻ്റെ വിശ്വാസം ലെവൽ മാറണം, വലിയ വിശ്വാസത്തിലേക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ വാഗുകൊണ്ട് പറയണം, മകളെ നിൻ്റെ വിശ്വാസം വലുത്, മകനെ നിൻ്റെ വിശ്വാസം വലുത്. അങ്ങനെ ഈശോ പറഞ്ഞിട്ടുള്ളത് കാനാക്കാരിയോടാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വലിയ വിശ്വാസത്തിലേക്ക് മാറണത് എങ്ങനെയാണ്? അത് കാനാക്കാരിയുടെ ആ ഭാഗം എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. മാർക്ക് 7-ാം അധ്യായം 15, 7-ാം അധ്യായം 25 തൊട്ട് വായിക്കുമ്പോഴും മത്തായി 15-ന്റെ 21 തൊട്ട് 28 നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈശോ ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കുക, ഈശോ ഇരുന്നുകൊണ്ടിരിക്കുക. കുറേ പേര് വന്നിട്ടുണ്ട്, പക്ഷേ ഈശോ ആരെയും കാണില്ല. അതിൽ മനസ്സിലാവും ഈശോ കാണാതെ ഇങ്ങനെ മാറിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. തിരക്കിലിരുന്നൊന്ന് മാറിയിരിക്കുക. ഇവൾ വന്ന ഉടനെ എന്താ ചെയ്യണം? കാരാകാരി വന്ന ഉടനെ മുട്ടിപ്പേ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ആരാധനയുടെ ഒന്നാമത്തെ രീതി, ഫസ്റ്റ് സ്റ്റെപ്പ് മുട്ടിപ്പേ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. മുട്ടിപ്പേ നിൽക്കുകയെന്ന് വെച്ചാൽ എന്നെ കൊണ്ടൊന്നും സാധ്യമല്ല, ഞാൻ ചെറുതാണ്, ദൈവമേ, കയ്യും വിരിച്ച് ആദ്യം നീ മുട്ടിപ്പേ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമ്മളുടെ പ്ലാന് പദ്ധതിയൊക്കെ അങ്ങോട്ട് വിട്ടുകളയുക. എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു പ്ലാന് പദ്ധതി അത് സൃഷ്ടിച്ച് വെച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെ നടക്കണേ, ഞാൻ ഇന്ന് പോകുമ്പോൾ ഈ ബാങ്ക് ഇന്ന് ലോണ് പാസ്സാക്കി തരണേ, എൻ്റെ ഈ സ്ഥലം വിൽക്കട്ടെ, എന്നിട്ട് എൻ്റെ മകളുടെ കല്യാണം ഞാൻ നടത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭർത്താവിൻ്റെ ഈ 2 കൂട്ടുകെട്ട് വിട്ടുപോയി കഴിഞ്ഞാൽ അയാൾ മദ്യപാനം നിർത്തുകയെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തന്നെ അങ്ങോട്ട് പ്ലാന് വെച്ചിട്ടാണ് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ തെറ്റിപ്പോവും. മുട്ടിപ്പേ നിൽക്കുക, എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാൻ ഒരു ഒച്ചയ്ക്കുമില്ല, ഒരു വഴക്കിനുമില്ല, ഒരു പ്രശ്നത്തിനുമില്ല, പിരുവിരുപ്പിനുമില്ല, ഒന്നിനുമില്ല. മുട്ടിപ്പേ നിൽക്കുക. ആദ്യം കാനാകാരി ചെയ്തതാണ്. മുട്ടിപ്പേ നിന്ന് അങ്ങോട്ട് സറണ്ടർ ചെയ്യുക. എന്നെക്കൊണ്ട് സാധിക്കില്ല. പിശാച് ബാധിതയായ മകളെ എവിടെ പോയിട്ട് ആർക്കും സൗഖ്യം ചെയ്യാൻ പറ്റില്ല. അവൾ ഉറപ്പിച്ചിരിക്കുക, എൻ്റെ പ്രശ്നത്തിന് ഉത്തരം ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് മുട്ടിപ്പേ നിൽക്കാമെന്ന് വെച്ചാൽ ഇനി വേറെ എവിടെ പോയിട്ടും കാര്യമില്ല, എൻ്റെ പ്രശ്നങ്ങൾ ഈശോയ്ക്ക് അറിയാം എന്നുള്ളൊരു ബോധ്യവും കൂടി നമുക്ക് വേണം. എന്നാലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നിനക്ക് സംഭവിച്ചുകൊണ്ട് നീ കടന്നു പോകുന്ന പ്രശ്നങ്ങളും നീ ഏത് സാഹചര്യത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതോ അതെല്ലാം എൻ്റെ ദൈവത്തിന് അറിയാം എന്നൊരു ബോധ്യം നിനക്ക് വേണം. മുട്ടിപ്പേ നിന്നപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈശോ ഉത്തരമൊന്നും നൽകിയില്ല.
ഈശോ മിണ്ടിയില്ല. അവളങ്ങോട്ട് മുട്ടിപ്പേ നിന്ന് അവൾ ചോദിച്ചുകൊണ്ട് യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ മിണ്ടിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആരാധന മാറണമെങ്കിൽ, ആരാധനയിലേക്ക് നമ്മളെ വിശ്വാസം, പ്രാർത്ഥന ആരാധനയായിട്ട് മാറണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പ്രഭാഷകൻ 2-3 സീറാക്ക് 2:3 നീ ദൈവത്തോട് ക്ഷമയോടെ കാത്തിരിക്കുക, വിട്ടുമാറിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. എന്ത് തന്നെ വന്നാലും നിൻ്റെ വിശ്വാസം വിട്ടു പോകരുത്. ദൈവത്തിൻ്റെ ആശ്രയത്തിലിരുന്ന് മാറിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. അത് ശ്രദ്ധിക്കണം. നമുക്കൊക്കെ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു 15-20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ, 1 മണിക്കൂർ മാക്സിമം പ്രാർത്ഥിച്ചിട്ട് നമ്മളത് നോക്കും. പ്രശ്നത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ പിന്നെ വേറെ വഴി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. ഇല്ലെങ്കിൽ കരച്ചിലായി, ബഹളമായി, നിരാശയായി. പ്രഭാഷകൻ 2:3 പറയുന്നത് നീ ക്ഷമയോടെ കാത്തിരിക്കുക, വിട്ടുമാറിപ്പോകരുത്. ദൈവത്തെ വിട്ടു പോകരുത്, വിശ്വാസത്തെ വിട്ടു പോകരുത്. അവിടെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാനാകാരിക്ക് എന്താ സംഭവിച്ചത്? ഈശോ ഒരു മറുപടിയും തന്നില്ല, അവൾ വിട്ടുമാറിപ്പോയില്ല. പ്രൈസ് ദി ലോർഡ്. അത് ആരാധനയാണ്. അത് അത്രയ്ക്ക് വിശ്വാസമാണ്. എനിക്ക് വേറെ ഇവിടെ പോയിട്ട് കാര്യമില്ല, പുറത്ത് പോയിട്ട് കാര്യമില്ല. അതൊന്നും നിരന്തരമായിട്ട് നിൽക്കില്ല, അതൊന്നും സാധിക്കില്ല. അവൾ വിട്ടുമാറിപ്പോയില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ തന്നെ നിന്ന് നമ്മളും ഈശോയിൽ ആശ്രയിച്ച് അതിനെ നിൽക്കും. ഉടമ്പടി എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും. ആര് നിയോഗം വയ്ക്കുമ്പോൾ നമ്മളൊക്കെ നോക്കുന്ന എത്ര നിയോഗം നടന്നു 3 മാസത്തിനകത്ത്. പ്രൈസ് ദി ലോർഡ്. അല്ല 1 മാസം പലവരിക്കും നടന്ന് ഇവിടെ സാക്ഷ്യമൊക്കെ പറഞ്ഞല്ലോ. എനിക്കെന്താ സംഭവിക്കാത്തത്? എനിക്കെന്താ ഇത്രയും പെട്ടെന്ന് കിട്ടാത്തത്? അപ്പം ഇത് തന്നെയാണ്, നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട് ദൈവത്തിന്. അപ്പം നിൻ്റെ നിക്ഷേപം പോരാ വിശ്വാസത്തിൻ്റെ, അത് അടുത്ത ലെവലിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നെ അതിൻ്റെ സാഹചര്യം ഉണ്ടാക്കി തരും. വിശ്വാസം, പ്രാർത്ഥന, ചെറിയ വിശ്വാസം പ്രാർത്ഥനയാണ്, വലിയ വിശ്വാസം ആരാധനയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവസാനം എന്താ സംഭവിച്ചത്? ഈശോ ഒന്നും മിണ്ടിയില്ലെന്ന് മാത്രമല്ല, 3ാമത്തെ സ്റ്റെപ്പ് സംഭവിക്കുന്ന കാര്യം, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. നീ എന്തിനു വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത് അതിനെതിരെ നടക്കും. പ്രൈസ് ദി ലോർഡ്. സെൻറ്റ് അഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കൊല്ലങ്ങളോളം പ്രാർത്ഥിച്ച് വരുമ്പോഴത്തേക്കും എല്ലാം പ്രതികൂലമാണ് സംഭവിക്കുന്നത്. മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ സംഭവിക്കുന്ന അതിൻ്റെ എതിരാണ് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സീറാക്ക് 2:3 പ്രഭാഷകൻ 2:3 പ്രകാരം അമ്മ പോയില്ല. സെൻറ്റ് അഗസ്റ്റിൻ്റെ അമ്മ മാറിയില്ല. കാത്തിരുന്ന് കൊല്ലങ്ങൾ 17-18 കൊല്ലം കാത്തിരുന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ആരാധനയാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കും, ബാങ്കിൻ്റെ കടം തീരണേ, ഞാൻ വീട് പണിക്ക് വേണ്ടി ബാങ്കിൻ്റെ കടം തീരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്, ബാങ്ക് വന്നിട്ട് നോട്ടീസ് ഒട്ടിച്ചിട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. ജപ്തി നോട്ടീസ് ഒട്ടിച്ചു പോവും. നമ്മൾ അയൽക്കാരുടെ മുമ്പിൽ നമ്മൾ ചെറുതാവും, പരിഹാസപാത്രമാവും. പ്രൈസ് ദി ലോർഡ്. അപമാനമായിരിക്കും നമുക്ക്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് തോന്നും, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം മാത്രമില്ല ലഭിക്കാത്തത്, അതിൻ്റെ പ്രതികൂല സാഹചര്യം ഉണ്ടായി. അപ്പോൾ ദൈവം ഉണ്ടായില്ലേ? എൻ്റെ പ്രാർത്ഥന കേൾക്കണ്ട ദൈവം. പ്രൈസ് ദി ലോർഡ്. ഖനാകാരിക്ക് അതാ സംഭവിച്ചത്. ഈശോ ഉത്തരവൊന്നും പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. മിണ്ടാൻ വേണ്ടി വാ തുറന്നപ്പോൾ കൊച്ചുങ്ങളുടെ ഭക്ഷണം എടുത്ത് പട്ടിക്ക് കൊടുക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. നീ പട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ അത്രയും ശിഷ്യന്മാരുടെ മുമ്പിൽ അവൾ അത്രയും നേരം ഇരുന്ന് അവിടെ കരഞ്ഞിട്ട് കിട്ടിയ മറുപടി അതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതുപോലെ സാഹചര്യങ്ങൾ ദൈവം തന്നെ സൃഷ്ടിച്ച് തരും നിൻ്റെ വിശ്വാസം വലുതാക്കാൻ വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ നടന്നു പോകും.
അത് നീ മനസ്സിലാക്കണം. ഇത് എൻ്റെ വിശ്വാസം വലുതാക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് വലിയ പദ്ധതിയാണ്. അതിന് ഞാൻ നിക്ഷേപിച്ച വിശ്വാസം പോരാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്ലാൻ വലുതാണ്. അതിന് എൻ്റെ വിശ്വാസം കൂടുതലാകണം. അതിനെ ദൈവം സൃഷ്ടിച്ച് തന്നിരിക്കുകയാണ്. ഇതുപോലത്തെ സാഹചര്യങ്ങൾ വിട്ടുമാറിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ കാത്തിരിക്കുമ്പോഴത്തേക്ക് വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ സാധിക്കും. കുറച്ച് ദിവസം കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാം നമുക്കെതിരെ നടക്കും, പ്രതികൂലമായിട്ട് സംഭവിക്കുന്നതായിട്ടെല്ലാം നമുക്ക് തോന്നും. ദൈവം കൈവിടില്ല. പക്ഷേ പ്രൈസ് ദി ലോർഡ്. പക്ഷെ നീ കരയരുത്, പിറുപിറുക്കരുത്, വിട്ടുപോകരുത്. ചെയ്യേണ്ടതെന്താ? ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വാസം വലുതാകണമെങ്കിൽ അപ്പോൾ കാരാക്കാരി ചെയ്തതെന്താ? അവൾ എളിമപ്പെട്ട്, പ്രൈസ് ദി ലോർഡ്, എളിമയോടെ അത് അംഗീകരിച്ച്, എൻ്റെ ദൈവമല്ലേ തന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പട്ടിയാണെങ്കിൽ പട്ടിയാണ്, മേശപ്പുറത്തിരുന്ന് വീണത്, അത് നായ്ക്കുള്ളതല്ലേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഏത് സാഹചര്യം ഒരുക്കി തന്നാലും, നിനക്ക് പ്രതികൂല സാഹചര്യം ഒരുക്കി തന്നാലും ദൈവം അത് 2 കൈ നീട്ടി വാങ്ങിക്കുക. നന്ദിയോടെ ദൈവത്തോട് പറഞ്ഞ് വാങ്ങിക്കുക. പ്രൈസ് ദി ലോർഡ്. മുട്ടിപ്പേ നിൽക്കുക. അപ്പോൾ ദൈവം അവളോട് പറഞ്ഞ്, മകളെ, നിൻ്റെ വിശ്വാസം വലുത്. പ്രൈസ് ദി ലോർഡ്. അതുവരെ ദൈവം കാത്തിരിക്കും. നിൻ്റെ വിശ്വാസം വലുതാകാമെന്ന് വരെ ദൈവം കാത്തിരിക്കും. അപ്പോൾ നിന്നോട് പറയും, മകളെ, നിൻ്റെ വിശ്വാസം വലുത്. നിൻ്റെ മകൾക്ക് സൗഖ്യം കൊടുത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സൗഖ്യം മാത്രമല്ല, അവൾ തിരഞ്ഞെടുക്കപ്പെട്ടവളായി. ഇന്നും ധ്യാനിക്കുമ്പോൾ അവളെ ഓർക്കാത്തവരാരുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഉയർത്തും, അതുപോലെ ഉയർത്തും. ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാനാകാരിയെ കണ്ട് മാത്രമാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്, മകളെ, നിൻ്റെ വിശ്വാസം വലുത്. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസം ആരാധനയായിരുന്നു അവൾക്ക്. ഈശോയോടുള്ള ആരാധനയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം ഈ പ്രാർത്ഥനയിൽ നിന്നുകൊണ്ടിരിക്കുക. അത് ആരാധനയുടെ ലെവലിലേക്ക് പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ വെറുതെ ഇല്ല പറയണേ. എന്താ കാര്യമെന്ന് വെച്ചാൽ, വെറുതെ എവിടെയെങ്കിലും കേട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. ചെറിയ വിശ്വാസം വലുതാക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മളോടുള്ള പദ്ധതി, ദൈവത്തിനുള്ള പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജ്ഞാനസ്നാനമൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഇത്രയും പ്രാർത്ഥനയിലൊന്നും വളർന്നിട്ടൊന്നുമില്ല. ജോസഫ് അച്ഛനെ പരിചയപ്പെട്ട കാലമാണ്. 2003 പരിചയപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യ കാലങ്ങളിലാണ് ഞാൻ നല്ല ബിസിനസ് ചെയ്യാണ്. ഞാനുണ്ട്, എൻ്റെ കൂട്ടുകാരനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കൂട്ടുകാരൻ്റെ പേരിപ്പോൾ പറയണില്ല. അപ്പോൾ ഞങ്ങൾ ഈ ട്രേഡിങ് ബിസിനസ്സാണ്. ഈ ഉഴുന്നൊക്കെ ഓൺലൈനിൽ വാങ്ങിച്ച് വിൽക്കുന്ന കച്ചവടമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവനെ ഞാനിങ്ങനെ മാതാവിൻ്റെ പള്ളിയിലൊക്കെ കൊണ്ടുപോകും. ഒരു പ്രാവശ്യം കൃപാസനത്തിലൊക്കെ കൊണ്ടുവന്ന് ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ തന്നെ വരും. പ്രൈസ് ദി ലോർഡ്. ബൈക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ അച്ഛൻ്റെ അടുത്ത് മെസ്സേജ് എടുക്കണമൊക്കെ അവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഒരു ദിവസം പറഞ്ഞ്, നമുക്ക് ഉഴുന്ന് വിൽക്കുന്ന ഓൺലൈനിലാണ്. പ്രൈസ് ദി ലോർഡ്. ഉഴുന്നിൻ്റെ വില കൂടുക. എല്ലാവരും വാങ്ങിച്ചുകൊണ്ടിരിക്കേണ്ടത്, ചിലവർ വിൽക്കേണ്ടത്. വില കൂടുമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഓൺലൈനിലിരുന്ന് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ വില കൂടുമ്പോൾ അത് വിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇന്ന് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചാൽ അത് 1,10,000 ആകുമ്പോൾ വിൽക്കുമ്പോൾ 10,000 രൂപ ലാഭം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അവിടെ നിന്ന് അച്ഛനെ ഫോൺ ചെയ്ത്, അച്ഛോ, അവനിക്ക് മാതാവിൻ്റെ അടുത്ത് ഞാൻ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഒരു പ്രാവശ്യം കൃപാസനത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവനിങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം, ഈ ഉഴുന്ന് വാങ്ങിക്കണ വിൽക്കണ, വില കൂടുക കുറയുക? പ്രൈസ് ദി ലോർഡ്. അപ്പം അച്ഛൻ പറഞ്ഞ്, കച്ചവടമൊക്കെ നമുക്ക് മെസ്സേജ് എടുക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ മെസ്സേജ് എടുത്താൽ അവനിക്ക് നടന്നു കിട്ടിയ അവൻ്റെ കുടുംബം രക്ഷപ്പെടും, അവനിക്ക് വിശ്വാസം കിട്ടുമല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്താ അച്ഛൻ പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലുന്നത്? ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. അച്ഛൻ പറഞ്ഞ്, ഉഴുന്നിൻ്റെ വില കൂടും കേട്ടാ, വാങ്ങിക്കാൻ പറഞ്ഞോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവനോട് അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ്, എടാ, അച്ഛൻ മെസ്സേജ് തന്ന് നീ ഉഴുന്ന് വാങ്ങിച്ചോ. പ്രൈസ് ദി ലോർഡ്. അവൻ 7 ലോഡ് ഉഴുന്ന് വാങ്ങിച്ച്. പ്രൈസ് ദി ലോർഡ്. അന്ന് തന്നെ ഓൺലൈനിൽ 7 ലോഡ് ഉഴുന്ന് വാങ്ങിച്ച്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞങ്ങൾ മറ്റേ വാങ്ങിക്കുന്ന എക്സ്ചേഞ്ച് ഉണ്ട്, പർച്ചേസ്, ഞാൻ അവിടെ പോകാറുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവൻ ഉഴുന്ന് വാങ്ങിച്ച അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും വില കുറഞ്ഞ് 1 രൂപ അങ്ങോട്ട് കുറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവൻ പതുക്കെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്,
നീ വാങ്ങിക്കാൻ പറഞ്ഞ് അച്ഛന് മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞ്, പക്ഷെ കൂടുന്നതിന് വേറെ വില കുറയല്ലേ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് ₹1 കുറഞ്ഞിട്ടുള്ളൂ. ₹1 കുറഞ്ഞാൽ 70,000 പോയി അവനിക്ക്. നീ ഒരു ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യ്, കൂടും. അച്ഛൻ മെസ്സേജ് തന്നതല്ലേ, നമുക്ക് ദൈവം തന്ന മെസ്സേജാണ്. അച്ഛൻ ദൈവത്തോട് ചോദിച്ചതല്ലേ. അടുത്ത ദിവസമായപ്പോൾ ₹500 കൂടി കുറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 1,40,000 ₹1,40,000 കുറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ആദ്യത്തെ ദിവസം തന്നെ ഇവനിങ്ങനെ 4 പേരുടെ മുമ്പിൽ വെച്ചാണ് ചോദിച്ചത്. അപ്പോൾ രണ്ടാമത്തെ ദിവസം കുറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്ത്, ഇവിടെ ഉറപ്പായിട്ട് മാർക്കറ്റ് കൂടും, എനിക്ക് വാങ്ങിക്കാൻ ആഗ്രഹമൊന്നുമില്ല, നീ 7 വാങ്ങിച്ചാൽ ഞാൻ 30 ലോഡ് എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ 30 ലോഡ് എടുത്ത്. പ്രൈസ് ലോഡ് പർച്ചേസ് ചെയ്ത് വാങ്ങിച്ചു. എന്താണെന്ന് നമ്മളെ ദൈവം ചെറുതാകുകയല്ലേ. പ്രൈസ് ലോഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 30 വാങ്ങിച്ച്. 30 വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ₹1 കുറഞ്ഞു. അപ്പോൾ ₹2,10,000 എനിക്ക് നഷ്ടം, എനിക്ക് ₹3,00,000 നഷ്ടം. പ്രൈസ് ലോഡ്. കണക്ക് കൃത്യമായിട്ട് ഞാൻ പറയാം ഒരു ഉദ്ദേശം. 3,00,000 നഷ്ടം. ഇവനെന്ത് ചെയ്ത് അത് വിറ്റ് കളഞ്ഞ്. 4 പേരുണ്ട് അവിടെ വെച്ച് കളിയാക്കുന്ന പോലെ പറഞ്ഞിട്ട് മെസ്സേജ് എടുത്ത് ഇപ്പോൾ ₹2,10,000 നഷ്ടം വന്ന് ഞാൻ വിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ₹2,10,000 അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് എനിക്ക് 3,00,000 പോയി. എന്നോട് പറഞ്ഞ് മെസ്സേജൊന്നും ഇതൊന്നും കറക്റ്റില്ല, നീ അത് വിറ്റ് കളാൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ 3,00,000 പോയുള്ളൂ, നാളെ വേറെയും പ്രശ്നമാവെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് ഇനിയും ₹1 കുറഞ്ഞ്. അപ്പോൾ എനിക്ക് നഷ്ടം 6,00,000, അവനിക്ക് 2,10,000 അവൻ രക്ഷപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ദിവസം നോക്കുമ്പോൾ ഇനിയും കുറഞ്ഞ്, അപ്പോൾ 9,00,000 എനിക്ക് നഷ്ടം. അപ്പോൾ അവിടെ ഇരുന്ന് കളിയാക്കലായി, ഇവരെല്ലാം കളിയായി മാറി. ഈ അന്ധവിശ്വാസം വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അടുത്ത ദിവസം പിന്നെയും ₹1 കുറഞ്ഞ് 12,00,000 നഷ്ടം. ഞാൻ അച്ഛനെ വിളിച്ച്, അച്ഛോ എല്ലാം കളിയാക്കിയാണ്, ഇപ്പോൾ 12,00,000 നഷ്ടമായി, നീ എന്തിനു വാങ്ങിക്കാൻ പോയി എന്ന് എന്നോട് ചോദിച്ചു. അല്ല, മാർക്കറ്റ് അച്ഛൻ പറഞ്ഞ് വില കൂടുമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാവർക്കും കൂടുമല്ലോ, ഒരാൾക്ക് മാത്രം കൂടാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിച്ച്, അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എതിരായിട്ട് വരുന്നുണ്ടല്ലോ മെസ്സേജിൻ്റെ, ഇതിലെന്താ ലാഭം എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ്, ഇതിൽ ലാഭം വിശ്വാസം തന്നെയാണ് ലാഭം, നീ വിശ്വാസം ലാഭിച്ച്. പ്രൈസ് ദി ലോർഡ്. 12,00,000 നഷ്ടപ്പെട്ടപ്പോൾ നീ ലാഭിച്ചത് വിശ്വാസമാണ്. നിൻ്റെ ആ ചെറിയ വിശ്വാസം വലിയ വിശ്വാസമായി. ഇത്രയും അപമാനപ്പെട്ടപ്പോൾ നീ നിലച്ച് നിന്ന് അതിൽ ലാഭം കിട്ടി. അടുത്ത ദിവസം ഇനിയും ₹1 കുറഞ്ഞ് 15,00,000 നഷ്ടം. ഞാൻ വിചാരിച്ചു, ഇനി ഈ ഉഴുന്നിൻ്റെ മൊത്തം കാശും നമ്മൾ ഉഴുന്ന് ഫിസിക്കലിലാണ് വാങ്ങിക്കണം, പൈസ കെട്ടിക്കൊണ്ടിരിക്കണം, ഓൺലൈനിലാണ് വാങ്ങിക്കുന്നത്. ഇങ്ങനെ നഷ്ടം വന്ന് അത് 30,00,000 നഷ്ടത്തിലേക്ക് വന്നിട്ട് ഒരു കയറ്റം കയറി. അത് പ്രൈസ് ദി ലോർഡ്. കയറിയിട്ട് എനിക്ക് ആ കച്ചവടത്തിൽ 60,00,000 ലാഭം കിട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് വിശ്വാസം, ദൈവം അങ്ങനെ കാത്തിരിക്കും. നിൻ്റെ വിശ്വാസം, എനിക്കൊരു പദ്ധതിയുണ്ട്, അത് പദ്ധതിയാകുന്നവരെ ഞാൻ നിൻ്റെ വിശ്വാസം വളരണം. ആ വിശ്വാസം വരുന്നവരെ നമ്മൾ കാത്തിരിക്കുമ്പോഴത്തേക്കും ആ യാക്കോബ് 5:7 പറയണം, നീ കാത്തിരിക്കണം, നിൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് തന്നെ കാത്തിരിക്കണം. സീറാക്ക് 2:3 പറയണത്, നീ ദൈവത്തെ വിട്ട് പോകരുത്, കാത്തിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. അത് 60,00,000 കിട്ടിയെന്ന് മാത്രമല്ല, ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായി, എന്നെ പ്രയോജനപ്പെടുത്തണമുണ്ടായി, ദൈവ ശുശ്രൂഷയ്ക്ക് പ്രയോജനപ്പെടുത്തണമുണ്ടായി. അന്ന് മുതലാണ് കൗൺസിലിംഗ്. അതിൻ്റെ അടുത്ത ആഴ്ച അച്ഛൻ എനിക്കിവിടെ കൗൺസിലിംഗ് തുടങ്ങി തന്നത്. അച്ഛന് മെസ്സേജ് കിട്ടി, അച്ഛൻ പറഞ്ഞ് ഇവിടെ കൗൺസിലിംഗ് തുടങ്ങണമെന്ന്. അപ്പോൾ ആ പദ്ധതി നടപ്പിലാക്കാൻ വിശ്വാസം വലുതാകേണ്ട ആവശ്യം ദൈവത്തിനായിരുന്നു. ദൈവം അതുപോലത്തെ സാഹചര്യം ഉണ്ടാക്കി തന്ന് അതിന് ഞാൻ അനുവദിച്ചു കൊടുത്ത്, നമ്മളും അനുവദിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന് ആവശ്യമുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ വളർന്നു കഴിയുമ്പോൾ ദൈവത്തിനുള്ള പദ്ധതി ദൈവം നടപ്പിലാക്കി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കലും ദൈവത്തിന് ചെറുതായിട്ട് കാണരുത്. ദൈവം മതിയായവനാണ്. ദൈവത്തെ കൊണ്ട് മാത്രമേ സാധിക്കൂ. കാരാക്കാരി ചെയ്ത പോലെ നീ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്തോരം എളുപ്പപ്പെടാൻ പറ്റുമോ അത്രയും എളുപ്പപ്പെടുക. പ്രൈസ് ദി ലോർഡ്. അപമാനങ്ങൾ വരുമ്പോൾ
നിന്നെ ആരെങ്കിലും പരിഹാസമായിട്ട് സംസാരിക്കുമ്പോൾ, പരിഹസിക്കുമ്പോഴും അവമാനിക്കുമ്പോഴും നീ വിചാരിക്കേണ്ടത് ഇത് ദൈവം അനുവദിച്ച് തന്നതാ, എൻ്റെ വിശ്വാസം വലുതാക്കിയിട്ട് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. നീ എളിമപ്പെടുക, അവിടെ മിണ്ടരുത്, അംഗീകരിച്ചു കൊടുക്കുക. അവൾ പറയണില്ല, നിന്നെ ആരാ അപമാനിക്കുന്നോ അത് അവരില്ല പറഞ്ഞിരിക്കുന്നത്, അത് ഈശോ പറഞ്ഞിരിക്കുകയാണ് നിന്നെ എളിമപ്പെടുത്താൻ വേണ്ടി. നീ എളിമപ്പെടുമ്പോൾ നിൻ്റെ വിശ്വാസം വലുതാക്കിയിട്ട് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും ബൈബിൾ വയ്ക്കുക. ഈ പറഞ്ഞത് ഒരു മാസത്തേക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഉടമ്പടി എടുക്കുന്നവരെല്ലാം പ്രാക്ടീസ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചില കാര്യത്തിൽ ഈ പിറുപിറുക്കരുത്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ നെഗറ്റീവ് വർത്താനം നിർത്തുക. അയ്യോ നടന്നില്ലല്ലോ, സംശയമായി, പ്രശ്നമായി. നടന്നില്ലെങ്കിൽ അത് സന്തോഷിക്കേണ്ടത്. എൻ്റെ അനുഭവത്തിലിരുന്ന് പെട്ടെന്ന് ചില കാര്യങ്ങൾ ദൈവം ചെയ്തു തരും. പക്ഷെ ചില കാര്യം നടന്നില്ലെങ്കിൽ നീ നിൻ്റെ പ്രാർത്ഥനയുടെ റേഞ്ച് മാറ്റണം. അത് ആരാധനയായിട്ട് മാറ്റണം. ആരാധന എന്ന് പറഞ്ഞാൽ നിൻ്റെ നിയോഗത്തിനേക്കാളും വലുതാണ് നിൻ്റെ ദൈവം. നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്.